സോ KTU BTech S1 സ്റ്റുഡൻസിൻ്റെ പൈത്തണിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും സ്റ്റഡി പ്ലാനുമാണ് ഈ വീഡിയോനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണും. ഓക്കെ, ആദ്യം നമുക്ക് സ്റ്റഡി പ്ലാൻ പറയാം. ഒരുപാട് സ്റ്റുഡൻസ് എസ്പെഷ്യലി ബയോളജി പഠിച്ച കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പൈത്തൺ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പ്രോഗ്രാമിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പൈത്തണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അത്യാവശ്യം തിയറി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, തിയറി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടത് 24 മാർക്കാണ്. എത്രയിൽ? 60. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ പ്രോഗ്രാം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ പോയിട്ട് നിങ്ങളുടെ 4 മൊഡ്യൂൾസിനകത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ 4 മൊഡ്യൂൾസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 3 മൊഡ്യൂൾസും എടുക്കുക. ഇതിൻ്റെ അകത്തുള്ള തിയറീസ് എന്ത് ചെയ്യുക? നന്നായിട്ട് അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, തിയറീസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. തിയറീസ് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും തിയറീസ് ചോദിക്കും. അപ്പോൾ തിയറീസ് നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കുക. ആൻഡ് സെക്കൻഡ് കാര്യമാണ് ഈ പ്രോഗ്രാംസ്. ഈ പ്രോഗ്രാം നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് എഴുതി ഉണ്ടാക്കാൻ പറ്റൂല. ഓക്കെ, പ്രോഗ്രാമിന് ആദ്യം വേണ്ട എന്താണ്? നേരെ പോയിട്ട് പൈത്തണിൻ്റെ കോഡ് എഴുതല്ല വേണ്ടത്. നേരെ പോയിട്ട് നമ്മൾ ആദ്യം ലോജിക്ക് ബിൽഡ് ചെയ്യാനാണ്. ലോജിക്ക് നിങ്ങൾക്ക് വേണം. ഈ സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലോജിക്ക് ഉണ്ടാവണം. ഇപ്പം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ലോജിക്ക് ഉണ്ടാവണം. ആ അൽഗോരിതം കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിലോട്ട് വരുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം കമ്പയർ ടു അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് C++ ഒക്കെ വെച്ച് നോക്കും, പൈത്തണാണ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് എന്ന് പൊതുവേ പറയാറ്. പക്ഷേ നിങ്ങളെ കുറ്റം പറയുന്നില്ല. നിങ്ങൾ ഫസ്റ്റ് പഠിക്കുകയാണ്, വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് പഠിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ട് ഫേസുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ പ്രോഗ്രാം പഠിക്കാൻ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ യൂട്യൂബ് ചാനൽസോ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് KTU സിലബസ് എന്ന് വെച്ചാൽ ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു സജഷൻ പറയാം, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഓക്കെ, അവരുടെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ യൂട്യൂബ് ലൈവ് സെഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അതുകൊണ്ട് 100% യൂസ് ഉണ്ടായിരിക്കും. ഞാൻ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുന്നതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ഓവർ ആ നോട്ട്സും കിട്ടുന്നുണ്ട്. നിങ്ങൾ അവരുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, നോക്കുക, ലൈവ് എന്തായാലും പങ്കെടുക്കുക. കാരണം ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ലൈവ് കിട്ടുന്നത് വളരെ യൂസ്ഫുൾ ആണ്, ഒരുപാട് യൂസ്ഫുൾ ആണ്. കാരണം ഞങ്ങളൊക്കെ BTech പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മാരത്തോൺ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് പഠിക്കുക. KTU 2024 സിലബസിൻ്റെ അതേപോലെ തന്നെയാണ് ക്ലാസ്സുകൾ വരുന്നത്. അപ്പം എന്ത് ചെയ്യുക, ഈ കോഡിങ്ങും പ്രോഗ്രാമിങ്ങും അപ്പോൾ നിങ്ങൾ കൂടുതലും അതിൽ ഫോക്കസ് കൊടുക്കുക. അതിൽ വെറുതെ ഫോക്കസ് കൊടുത്തിട്ടില്ല, അത് ക്ലാസ് കാണുക, നല്ലോണം മനസ്സിലാക്കുക, അതേപോലെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, റിവിഷനും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലോട്ട് പോകാം. അതിന് മുന്നേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ളവർ കാണാം, എല്ലാത്തവർക്കും സ്കിപ്പ് ചെയ്യാം. സോ നിങ്ങളൊരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണോ? ഇപ്പോൾ എല്ലാവരും സെം എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരിക്കും. നല്ല മാർക്ക് കിട്ടാൻ എല്ലാവരും നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. നല്ല മാർക്സ് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു ഹൈ പെയ്ഡ് ജോബിലോട്ട് എത്താൻ പറ്റുമോ എന്ന് ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഒരു പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ഇങ്ങോട്ട് നേടിയെടുക്കാനും അതിനെ പഠിച്ച് കഴിയുമ്പോൾ തന്നെ ഹൈ പെയ്ഡ് ജോബ് നേടിയെടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കിഡിലൻ ഫ്രീ വെബിനാർ ഈ സാറ്റർഡേ സൺഡേ നടക്കുന്നുണ്ട്. ഈ വെബിനാർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആൻഡ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഇൻഫോസിസ് എല്ലാം പോലുള്ള ടോപ്പ് കമ്പനീസിൽ നിങ്ങൾക്കൊരു 10 to 12 LPA ജോബ് നേടാനും അതിനുവേണ്ടി നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ഈ വെബിനാറിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുക. സോ എല്ലാവരും നിർബന്ധമായിട്ട് ഇത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനും ഈ വെബിനാറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. സോ താങ്ക് യു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലാണ്. സോ പൈത്തണിൻ്റെ മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ടോപ്പിക്സാണ്. ദാറ്റ്സ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ക്രിയേറ്റ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം പറയും, ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടോപ്പിക്സ് മാത്രം പഠിച്ചിട്ട് പോകണമെന്നല്ല ഉദ്ദേശിക്കണം. ഈ ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. ആൻഡ് മോർ ഓവർ ഇത് പാസ്സാവാൻ യൂസ് ആവുന്ന ടോപ്പിക്സ് ആയിരിക്കും. ഓക്കെ, ഈ ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ല. ഇത് പാസ്സാവാനും നിങ്ങൾ ഹൈ മാർക്കിലോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഡൗട്ടാണ്. കാരണം നിങ്ങൾ പാസ്സാവാൻ യൂസ് ചെയ്യുന്ന ടോപ്പിക്സാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മൊഡ്യൂൾ 2 പോവാം. മൊഡ്യൂൾ 2 അകത്ത് ഞാനൊരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളോട് ശ്രദ്ധിക്കുക. ആൽഗോരിതം, ഫ്ലോ ചാർട്ട് ആൻഡ് സ്യൂഡോ കോഡ് കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രാക്ടീസ് ആസ് മച്ച് പ്രോബ്ലംസ് ആസ് പോസിബിൾ എന്ന് വെച്ചാൽ നമുക്കറിയില്ല അവർ ഏത് ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ലോജിക്ക് ബിൽഡ് ചെയ്യുക. ഓക്കെ, ലോജിക്ക് ബിൽഡ് ചെയ്യുക. ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനോ അതേപോലെ അതിൻ്റെയൊക്കെ സ്യൂഡോ കോഡ് ചെയ്ത്. ഓക്കെ, സ്യൂഡോ കോഡ് ചെയ്ത് ഒരു കാര്യം കൂടി ഞാൻ പറയും, നിങ്ങൾ കോഡ് എഴുതുന്ന സമയത്ത് ഈ കോഡ് സമയത്ത് സൈഡിൽ കമൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, കമൻറ്റ്സ് അഥവാ നിങ്ങളുടെ കോഡിന് മിസ്റ്റേക്ക് ആണെങ്കിൽ കമൻറ്റ്സ് ശരിയാണെങ്കിൽ അവർ ചിലപ്പോൾ അത്യാവശ്യം മാർക്ക് തന്നേക്കാം. അപ്പോൾ കമൻറ്റ്സ് എഴുതി കൊടുക്കുക. ഓക്കെ, മനസ്സിലാക്കി കോഡ് പഠിക്കുക. ബൈഹാർട്ടാക്കി ബൈഹാർട്ടാക്കിയാൽ ഒന്നും തന്നെ അവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലാക്കി പോവാം, ടൈമുണ്ട്.
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 3ലേക്ക് പോകാം. മൊഡ്യൂൾ 3ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇത്രയും ടോപ്പിക്സാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയും, റിക്കേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ CS ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ലൂപ്സ് കാര്യങ്ങൾ ഒക്കെ ചോദിക്കാണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4ൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇതാണ്. മൊഡ്യൂൾ 4ൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, എന്തായാലും പഠിച്ചിരിക്കുക പൈത്തണിൽ. ഓക്കെ, പൈത്തണിലെ പ്രോഗ്രാംസും തിയറീസും നല്ല രീതിയിൽ ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് മോർ ഓവർ ഫ്രാങ്ക്ലിങ്സ് ലെക്ചേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്ന ലൈവ് ക്ലാസ്സസ് നിങ്ങൾ നിർബന്ധമായിട്ട് കാണുക. അതിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ്സസിന് നോട്ട്സ് കിട്ടുന്നതാണ്. ഹൈലി യൂസ്ഫുൾ ആണ്. വെറുതെ നമുക്ക് പറയേണ്ട കാര്യമില്ല. നിങ്ങളത് കാണുന്നവർക്ക് മനസ്സിലാവും, അതിലൊരു സംശയമില്ല. കാണുന്നവർക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. ആൻഡ് നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൻ്റെ S2 ചന്ദ്ര ബാച്ചിൻ്റെ ലോഞ്ച് വരുന്നുണ്ട്. ജനുവരി 14 ഇതിൻ്റെ ലോഞ്ച് വരുന്നത്. ആൻഡ് ഈ ലോഞ്ചിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനുവരി 14 7 PM അവരുടെ യൂട്യൂബ് ചാനലായിരിക്കും ഉണ്ടാവുക. S2 ചന്ദ്ര ബാച്ച്. ഒരുപാട് കുട്ടികൾ S1 ചന്ദ്ര ബാച്ചിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കുക, പൈത്തണിൻ്റെ പ്രോഗ്രാമും അതേപോലെ തന്നെ തിയറിക്ക് ഒരുപോലെ എന്ത് ചെയ്യുക, കൺസിഡറേഷൻ കൊടുക്കുക. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാവാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവട്ടെ. ഓക്കെ, KTU ടഫാണ്, KTU അങ്ങനെയാണ്, KTU ഇങ്ങനെയാണെന്നൊന്നും നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം KTU ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാറാൻ ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.